ഇന്നത്തെ നമ്മുടെ വിഷയം ഞാൻ ജനിച്ചതും വളർന്നതും നമ്മുടെ പത്മനാഭൻ്റെ മണ്ണായി തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം എന്നറിയപ്പെടുന്ന ജില്ലയിലാണ് ഞാൻ ജനിച്ചത്, വളർന്നതും. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒരു 5 നിലവറ തുറന്നു. 6ാമത്തെ നിലവറയായ ബി നിലവറ, ബി വോൾട്ട് എന്തുകൊണ്ട് തുറക്കുന്നില്ല? ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക, മസ്റ്റ് കാണുക. അപ്പം നമ്മൾ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളടുത്ത് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭൻ്റെ മണ്ണിൽ ജനിച്ചത് തന്നെ വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ പത്മനാഭനാണ് നമ്മുടെ തിരുവനന്തപുരത്തെ കാക്കുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം, എൻ്റെ വിശ്വാസം, ഞങ്ങളുടെ എല്ലാവരുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. ഓരോ ട്രിവാൻഡ്രംകാരൻ്റെയും വിശ്വാസം അങ്ങനെ തന്നെയാണ്. നമ്മുടെ മണ്ണ് നമ്മുടെ അപ്പനാണ് നമ്മളെ കാക്കുന്നത്, അതാണ്. അപ്പോൾ ഈ 5 നിലവറയുടെ കാര്യം രഹസ്യം പറഞ്ഞുതരാം. ഈ ഒരു അമ്പലം അല്ലെങ്കിൽ ഈ ഒരു ടെമ്പിൾ വേൾഡ് റിച്ചസ്റ്റ് ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ തിരുവിതാംകൂർ രാജവംശമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംരക്ഷിച്ചിരുന്നത്, ഭരിച്ചിരുന്നത് എല്ലാം. അപ്പോൾ അന്നത്തെ രാജവംശം ഭരിച്ചിരുന്ന സമയത്ത് ഈ നമ്മുടെ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടത്തിയതും എല്ലാം, അതായത് രാജ്യത്തിൻ്റെ സംരക്ഷണം നടപ്പിലാക്കുന്നത് പോലും പത്മനാഭസ്വാമിയുടെ അരുളും അല്ലെങ്കിൽ പത്മനാഭസ്വാമിയിൽ നിന്നും അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ അവർ ചെയ്തിരുന്നുള്ളൂ. പത്മനാഭസ്വാമിയുടെ ദാസന്മാരെന്നാണ് അവരിപ്പോഴും അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവരുടെ പൂജകളും അനുഷ്ഠാനങ്ങളൊക്കെ നടത്തി അവർ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ ചെയ്യുന്നതിന് മുന്നേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭൻ്റെ വെളിപ്പാട് അറിഞ്ഞതിന് ശേഷം അവരവരുടെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് തിരുവിതാംകൂർ രാജവംശവും ബ്രിട്ടീഷുകാരും തമ്മിൽ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടും നമ്മുടെ നികുതികളും അതുപോലെ തന്നെ നമ്മുടെ അമൂല്യ വസ്തുക്കളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് ഭാഗികമായിട്ടുള്ള സംരക്ഷണം നമുക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ ഈ കമ്മിറ്റ്മെൻറ്റ് രഹസ്യം ഇതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമൂല്യമായ വസ്തുക്കളിൽ നമ്മുടെ സ്പൈസസ് ഒക്കെ നമ്മുടെ ബ്രിട്ടീഷുകാർ വാങ്ങുകയും അവർ നമുക്ക് പൗണ്ടുകളായിട്ട് നാണയങ്ങളായിട്ടൊക്കെ നമുക്ക് കുറേ ശേഖരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 5 നിലവറകൾ ഓപ്പൺ ചെയ്ത സമയത്ത് അതിനകത്ത് നിന്ന് ലഭിച്ചത് മരതകങ്ങൾ, മാണിക്യം, കിരീടം, വാള്, പരിച, പിന്നെ രത്നങ്ങൾ, പിന്നെ ഒരുപാട് വലിയ സ്വർണ്ണശേഖരങ്ങൾ, പൗണ്ടുകൾ, നാണയങ്ങൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി ഇതിൻ്റെ വിധം ഈ നാണയങ്ങളൊക്കെ ലഭ്യമായ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഈ നാണയങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 5 നിലവറകളിലും തുറന്നിട്ടുള്ള ആ ഒരു നാണയങ്ങളും ശേഖരങ്ങളും ഇന്നും നമുക്ക് കണക്കിൽ പോലും രേഖപ്പെടുത്താൻ പറ്റാത്ത അത്രയ്ക്കുണ്ടായിരുന്നു. കാരണം കണക്ക് പോലും ഇല്ല, അതിന് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് കണക്ക് പോലും ഇല്ല. അപ്പോൾ അത്രയ്ക്ക് നിധിശേഖരങ്ങളായിരുന്നു ഈ 5 നിലവറകളിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് 6ാമത്തെ നിലവറ ബി വോൾട്ട് നിലവറ തുറന്നില്ല? ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതിൽ പടം കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു നിലവറയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു നാഗത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നാഗങ്ങളുണ്ട്, ഭയങ്കര വിഷമാർന്ന നാഗങ്ങൾ ഇതിനകത്ത് കുടിയിരിപ്പുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ കെട്ടുകഥകൾ പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശാസ്ത്രീയമായിട്ടോ രേഖകളിലോ ഒന്നും തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടില്ല അത് എത്രയ്ക്ക് സത്യമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളും കഷ്ടതകളും നമ്മൾ നേരിടും. അതുപോലെ തന്നെ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. നിഗൂഢത കാരണം ഈ വോൾട്ട് ബി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 5 നിലവറയിൽ നിന്നും കൂടുതലായിട്ട് കാര്യങ്ങൾ ഈ വോൾട്ട് ബിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട് ഗൈസ്? ഈ ഒരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് പ്രസിദ്ധിച്ചത്? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ആചാരവും എങ്ങനെയുണ്ട്? ഈ നിലവറ തുറക്കാൻ നമുക്ക് അതീവമായിട്ട് നടപടികളൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് അത് തുറക്കാൻ വേണ്ടി പറ്റൂല. നിഗൂഢതകളായിട്ടുള്ള ഈ ഒരു നിലവറയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നവരെ സൈൻ ഓഫ്, ബൈ ബൈ.